ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജോർജ് ആറാമൻ്റെ 12 ആ വീഡിയോയുമായി വരാമെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. കാര്യത്തിലേക്ക് കിടക്കാം എന്നായിരുന്നു പറയേണ്ടത്. കൽക്കട്ട മിൻറ്റ് കോയിനുകൾ മിൻറ്റ് മാർക്കൊന്നും ഉണ്ടായിരിക്കില്ല. ബോംബെ ഡേറ്റിന് താഴെ ഒരു ഡോട്ട് മാർക്കുണ്ടാവും. ബോംബെയിൽ തന്നെ അച്ചടിക്കപ്പെട്ടിട്ടുള്ള 1942 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 5 ഡോട്ട്സ് ഓൺ എയ്തർ സൈഡ്സ് ഓഫ് ഡേറ്റ്. അതിൻ്റെ മലയാളം എനിക്കറിയത്തില്ല. ഇംഗ്ലീഷ് അറിയാവുന്നവർ അതിൻ്റെ മലയാളം കൂടെ എനിക്ക് പറഞ്ഞു തരേണ്ടതാണ്. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. 1939 അച്ചടിക്കപ്പെട്ടിട്ടുള്ള ബോംബെ കൽക്കട്ട മിൻറ്റ് കോയിനുകൾ 15 രൂപ തുടങ്ങി 75 രൂപ വരെയും, 1941 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ 15 രൂപ തുടങ്ങി 100 രൂപ വരെയും, 1942 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ 25 രൂപ തുടങ്ങി 600 രൂപ വരെയും ലഭിക്കുന്ന കോയിനുകളാണ്. ആ കോയിൻ്റെ അച്ചടി അവിടെ നിൽക്കുകയാണ്. അവിടെ നിർത്തി. ഇനി അടുത്തതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അരപ്പൈസ നാണയങ്ങളിലേക്കാണ് പോകുന്നത്. ഈ ഒരു മുഖപടമുള്ള ഈ നാണയങ്ങൾക്ക് കൽക്കട്ടയിൽ മാത്രമേ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് മിൻറ്റ് മാർക്ക് തപ്പി ആരും പോകണ്ട. 1853 അച്ചടിക്കപ്പെട്ടുള്ള ഈ നാണയങ്ങൾക്ക് 200 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. ഏകദേശം ആ ഒരു കോയിൻ കണ്ടാൽ ഇതേപോലെ ഇരിക്കും. ഉടനെ അടുത്തത് വിക്ടോറിയ ക്യൂൻ അരപ്പൈസ്. കൽക്കട്ട വീണ്ടും മിൻറ്റ് മാർക്കൊന്നും ഇല്ലാത്ത കോയിനുകളിലേക്കാണ് പോകുന്നത്. കൽക്കട്ട ഡയാമീറ്റർ 21.20, 21.25. മദ്രാസിൻ്റെ ഡയാമീറ്റർ 21.4 mm. അതായത് ഈ കോയിനുകൾ തമ്മിൽ നോക്കിയാൽ പഴയ 50 പൈസയും പുതിയ 50 പൈസയും തമ്മിലുള്ള ഒരു വ്യത്യാസമായിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ പഴയ 1 രൂപയും പുതിയ 1 രൂപയും തമ്മിലുള്ള ഒരു വ്യത്യാസമായിരിക്കും കാണിക്കുന്നത്. വലിപ്പക്കുറവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. 1862 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 100 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അപ്പോൾ പിന്നെ ആ ഒരു വർഷത്തേന് മിൻറ്റ് മാർക്ക് തപ്പണ്ട. രണ്ടും ഒരേ റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വിക്ടോറിയ ഇംപ്രസിൻ്റെ അരപ്പൈസ നാണയങ്ങളുടെ കൽക്കട്ട മിൻറ്റ് മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ മിൻറ്റ് വേറെ ഉണ്ടെന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഇതിൽ റെയറായിട്ടുള്ള കോയിനാണ് 1885 അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. 250 രൂപയിൽ തുടങ്ങി 6000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. 886 അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് 100 രൂപയിൽ തുടങ്ങി 3500 രൂപ വരെയും, 87 അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് 100 രൂപയിൽ തുടങ്ങി 3000 രൂപ വരെയും, 88 അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾ റെയർ കോയിനുകളാണ്. 250 രൂപയിൽ തുടങ്ങി 6000 രൂപ വരെയും, 89 അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾ 100 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെയും, 90 അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്കും 90, 91, 92, 93 എന്നീ കാലയളവിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് 2500 രൂപ വരെയും, അതായത് 100 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെയും, 94 100 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെയാണ്. ഇനി അടുത്തത് 1895 100 രൂപയിൽ തുടങ്ങി 2000 രൂപ വരെയാണ് റേറ്റ് ലഭിക്കുക. അടുത്തതായി 896 100 രൂപയിൽ തുടങ്ങി 3000 രൂപ വരെ റേറ്റ് ലഭിക്കുന്ന നാണയങ്ങളാണ്. അടുത്തതായി 897 100 രൂപയിൽ തുടങ്ങി 897, 898, 899,
900, 901 എന്നീ കാലവർഷങ്ങളിൽ അച്ചടിക്കപ്പെട്ടുള്ള നാണയങ്ങൾ 100 രൂപ തുടങ്ങി 2000 രൂപ വരെ വില ലഭിക്കുന്ന നാണയങ്ങളാണ്. അപ്പോൾ അടുത്തതായി എഡ്വേർഡ് 7 അര പൈസ കോപ്പറിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയങ്ങളുടെ വിലവിവരമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.